ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ നിന്ന് തിരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. കറണ്ട് അഫയേഴ്സ് സെഷൻ നമ്മളിങ്ങനെ ചെയ്യുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിങ്ങനെ കറണ്ട് അഫയേഴ്സ് സെഷൻ വെക്കുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: പ്രഥമ ആഗോള ടൂറിസം നിക്ഷേപ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? പ്രഥമ ആഗോള ടൂറിസം നിക്ഷേപ ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. പ്രഥമ ആഗോള ടൂറിസം നിക്ഷേപക ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹി. ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ടിന്റെ പേര് എന്ത്? ആധാർ മിത്ര എന്നാണ്. ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും പരിഹരിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ടിന്റെ പേരാണ് ആധാർ മിത്ര. ആധാർ മിത്ര. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കുന്ന ആദ്യ വനിത ആരാണ്? വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കുന്ന ആദ്യ വനിതയാണ് സുരേഖ യാദവ്. സുരേഖ യാദവ്. സുരേഖ യാദവ്. ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ദൗത്യം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? അത് ഓപ്പറേഷൻ കാവേരി എന്നാണ്. ഓപ്പറേഷൻ കാവേരി. ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ദൗത്യം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ കാവേരി എന്നാണ്. ഓപ്പറേഷൻ കാവേരി. നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. പ്രഥമ ആഗോള ടൂറിസം നിക്ഷേപക ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹി. ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ടിന്റെ പേര് ആധാർ മിത്ര. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കുന്ന ആദ്യ വനിതയാണ് സുരേഖ യാദവ്. സുരേഖ യാദവ്. ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ദൗത്യം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ കാവേരി. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രം. ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രം ചണ്ഡീഗഡ് ആണ്. ചണ്ഡീഗഡ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. അറബിക്കടലിൽ രൂപം കൊണ്ട ബിപർജോയ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം. ബിപർജോയ് എന്ന് ആ ചുഴലിക്കാറ്റിന്റെ പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശ് പേര് നൽകിയതാണ് ബിപർജോയ് എന്ന്. ഓക്കെ. കൊങ്കൺ 2023 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള നാവിക അഭ്യാസമാണ്? കൊങ്കൺ 2023 എന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള നാവിക അഭ്യാസമാണ്? ഇന്ത്യ, ഇംഗ്ലണ്ടാണ്. ഇന്ത്യയും ഇംഗ്ലണ്ടും സംയുക്തമായി നടത്തിയ നാവിക അഭ്യാസത്തിന്റെ പേരാണ് കൊങ്കൺ 2023. ഇന്ത്യ, ഇംഗ്ലണ്ട് ആണെന്ന് ഓർക്കാട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം ആണ് കേട്ടോ. ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം ഒഡീഷയിലെ റൂർക്കേലയിലാണ്. ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം, റൂർക്കേല, ഒഡീഷ. അപ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രം എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രം ചണ്ഡീഗഡ് ആണ്. ചണ്ഡീഗഡ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. പഞ്ചസാര ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. അറബിക്കടലിൽ രൂപം കൊണ്ട ബിപർജോയ്, അറബിക്കടലിലാണ് കേട്ടോ. അറബിക്കടലിൽ രൂപം കൊണ്ട ബിപർജോയ് എന്ന ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശ്. കൊങ്കൺ 2023 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള നാവിക അഭ്യാസമാണ്? ഇന്ത്യ, ഇംഗ്ലണ്ട്. ഇന്ത്യയും ഇംഗ്ലണ്ടുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം വരുന്നത് ഒഡീഷയിലെ ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം ആണ്. ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം. അടുത്ത ചോദ്യം: 2023 അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിന് വേദിയായത്. 2023 അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിന് വേദിയായത് അഹമ്മദാബാദ് ആണ്. അഹമ്മദാബാദ്. 17ാമത് പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ വേദി. 17ാമത് പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ വേദിയാണ് ഇൻഡോർ. ഇൻഡോർ.
17ാമത് പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ വേദി ഇൻഡോർ. ഔറംഗാബാദിന്റെ പുതിയ പേര് എന്താണ്? ഔറംഗാബാദിന്റെ പുതിയ പേര് ഛത്രപതി സാംഭാജി നഗർ എന്നാണ്. ഛത്രപതി സാംഭാജി നഗർ എന്നാണ്. ഇന്ത്യയിലെ സിനിമാ തിയേറ്റർ ഉള്ള ആദ്യ വിമാനത്താവളം ഏതാണ്? ഇന്ത്യയിലെ സിനിമാ തിയേറ്റർ ഉള്ള ആദ്യ വിമാനത്താവളം ചെന്നൈയാണ്. ചെന്നൈ. ഇന്ത്യയിൽ ആദ്യമായി വെള്ളത്തിനടിയിൽ തുരങ്കത്തിലൂടെ മെട്രോ ട്രെയിൻ സർവീസ് പരീക്ഷണ ഓട്ടം നടത്തിയത് എവിടെയാണ്? കൊൽക്കത്തയിലാണ് കേട്ടോ. കൊൽക്കത്ത. ഇന്ത്യയിൽ ആദ്യമായി വെള്ളത്തിനടിയിലെ തുരങ്കത്തിലൂടെ മെട്രോ ട്രെയിൻ സർവീസ് പരീക്ഷണ ഓട്ടം നടത്തിയത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത. റിവൈസ് ചെയ്യാം. 2023 അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ്? അഹമ്മദാബാദാണ്. അഹമ്മദാബാദ്. 2023 അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിന്റെ വേദി അഹമ്മദാബാദാണ്. 17ാമത് പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ വേദി ഇൻഡോർ ആണ്. 17ാമത് പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ വേദി ഇൻഡോർ ആണ്. ഔറംഗാബാദിന്റെ പുതിയ പേര് ഛത്രപതി സാംഭാജി നഗർ. ഛത്രപതി സാംഭാജി നഗർ. ഇന്ത്യയിലെ സിനിമാ തിയേറ്ററുള്ള ആദ്യ വിമാനത്താവളം ചെന്നൈയാണ്. ഇന്ത്യയിലെ സിനിമാ തിയേറ്ററുള്ള ആദ്യ വിമാനത്താവളം ചെന്നൈയാണ്. ഇന്ത്യയിൽ ആദ്യമായി വെള്ളത്തിനടിയിലെ തുരങ്കത്തിലൂടെ മെട്രോ ട്രെയിൻ സർവീസ് പരീക്ഷണ ഓട്ടം നടത്തിയത് കൊൽക്കത്തയിലാണ്. അടുത്ത ചോദ്യം. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങളുടെ പുതിയ പേരെന്താണ്? പുതിയ പേര് അമൃത് ഉദ്യാൻ എന്നാണ്. അമൃത് ഉദ്യാൻ. കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലാണ് കേട്ടോ ഈ ഒരു മെട്രോ ട്രെയിൻ സർവീസ് നടത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യമായിട്ട് വെള്ളത്തിനടിയിലെ തുരങ്കത്തിലൂടെ മെട്രോ ട്രെയിൻ സർവീസ് പരീക്ഷണ ഓട്ടം നടത്തിയത് കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലാണ്. ഹൂഗ്ലി നദിയിൽ. അടുത്ത ചോദ്യം. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങളുടെ പുതിയ പേര് അമൃത് ഉദ്യാൻ എന്നാണ്. അമൃത് ഉദ്യാൻ. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങളുടെ പുതിയ പേര് അമൃത് ഉദ്യാൻ എന്നാണ്. 15ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? 15ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ 15ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഡർബൻ ആണ്. ഡർബൻ എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയാണ് കേട്ടോ. ദക്ഷിണാഫ്രിക്ക. 15ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഡർബൻ, ദക്ഷിണാഫ്രിക്ക. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരം. ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ നഗരം ലണ്ടനാണ്. ലണ്ടൻ. 2ാം സ്ഥാനം വരുന്നത് നമ്മുടെ ബാംഗ്ലൂരിനാണ് കേട്ടോ. 2ാം സ്ഥാനം വരുന്നത് ബാംഗ്ലൂരിനാണ്. 1ാമത് ആയിട്ടുള്ളത് ലണ്ടൻ ആണ്. 12ാമത് വേൾഡ് ബാംബു കോൺഗ്രസിന്റെ വേദി. 12ാമത് വേൾഡ് ബാംബു കോൺഗ്രസിന്റെ വേദി വരുന്നത് തായ്വാനിലാണ്. തായ്വാനിൽ. 12ാമത് പറയുമ്പോൾ 2024 2024 വേൾഡ് ബാംബു കോൺഗ്രസിന്റെ വേദി തായ്വാനാണ്. തായ്വാൻ. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ചത് 2023 2023 ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് ആചരിച്ചത്. 2023 ദയാവധം നിയമവിധേയമാക്കിയ രാജ്യം ഏതാണ്? 2023 ദയാവധം നിയമവിധേയമാക്കിയ രാജ്യമാണ് പോർച്ചുഗൽ. പോർച്ചുഗൽ. 2023 ദയാവധം നിയമവിധേയമാക്കിയ രാജ്യമാണ് പോർച്ചുഗൽ. നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങളുടെ പുതിയ പേരാണ് ഏതാണ്? അമൃത് ഉദ്യാൻ. അമൃത് ഉദ്യാൻ. 15ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഡർബൻ ആണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരം ലണ്ടനാണ്. 12ാമത് വേൾഡ് ബാംബു കോൺഗ്രസിന്റെ വേദി വരുന്നത് തായ്വാനാണ്. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ചത് 2023 2023 ദയാവധം നിയമവിധേയമാക്കിയ രാജ്യമാണ് പോർച്ചുഗൽ. പോർച്ചുഗൽ. ഓക്കെ. അടുത്ത സെറ്റ് ചോദ്യം. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ആഗോള ലിംഗസമത്വ സൂചികയിൽ ഒന്നാമതെത്തിയത് ഐസ്ലൻഡ് ആണ്. ഐസ്ലൻഡ്. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ആഗോള ലിംഗസമത്വ സൂചികയിൽ ഒന്നാമതെത്തിയത് ഐസ്ലൻഡ് ആണ്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് 127 ആണ് കേട്ടോ. ഇന്ത്യ 127ാം സ്ഥാനത്താണുള്ളത്. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ആഗോള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 127 ആണ്. 1ാം സ്ഥാനത്ത് ഐസ്ലൻഡ് ആണ്. മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം നേടിയ ചിത്രം ഏതാണ്? മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം നേടിയ ചിത്രമാണ് ആട്ടം.
ആട്ടം. സംസ്ഥാനത്തെ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കുമുള്ള പ്രതിരോധ കുത്തിവെപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുഷ്. മിഷൻ ഇന്ദ്രധനുഷ് സംസ്ഥാനത്തുള്ള 5 വയസ്സുവരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കുമുള്ള പ്രതിരോധ കുത്തിവെപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് മിഷൻ ഇന്ദ്രധനുഷ്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന് സ്കൂൾ ബസ്സുകളിൽ നടപ്പാക്കുന്ന GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് എന്താണ്? അത് വിദ്യാവാഹിനി എന്നാണ്. വിദ്യാവാഹിനി. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന് സ്കൂൾ ബസ്സുകളിൽ നടപ്പാക്കുന്ന GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് വിദ്യാവാഹിനി. അപ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ ആഗോള ലിംഗസമത്വ സൂചികയിൽ ഒന്നാമതെത്തിയത് ഐസ്ലൻഡാണ്. ഐസ്ലൻഡ്. മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം നേടിയ ചിത്രമാണ് ആട്ടം. സംസ്ഥാനത്തെ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കുമുള്ള പ്രതിരോധ കുത്തിവെപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുഷ്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന് സ്കൂൾ ബസ്സുകളിൽ നടപ്പിലാക്കുന്ന GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷനാണ് വിദ്യാവാഹിനി. അടുത്തത്, ട്രെയിനുകളിലെ കൂട്ടിയിടി തടയുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക ഉപകരണമാണ് എന്താണ്? കവച്. ട്രെയിനുകളിലെ കൂട്ടിയിടി തടയുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക ഉപകരണത്തിന്റെ പേരാണ് കവച് എന്നത്. കവച്. ഇന്ത്യയിലെ ആദ്യത്തെ 5G ഡ്രോൺ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ 5G ഡ്രോൺ ആണ് സ്കൈഹോക്ക് എന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ 5G ഡ്രോൺ. ട്രെയിനുകളിലെ കൂട്ടിയിടി തടയുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക ഉപകരണമാണ് കവച്. ഇന്ത്യയിലെ ആദ്യത്തെ 5G ഡ്രോൺ ആണ് സ്കൈഹോക്ക് എന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ഇതൊക്കെ ഒന്ന് പഠിച്ച് റിവൈസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തന്നെ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പരീക്ഷ അടുത്തെത്തി. അപ്പോൾ എല്ലാവരും വിശ്വാസത്തോടുകൂടി പരീക്ഷയെ നേരിടാനായിട്ട് തയ്യാറെടുക്കുക. നമ്മുടെ ക്ലാസ്സുകൾ എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക. കൂടുതൽ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. പഠിച്ചത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക കൂടി ചെയ്യാം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള PDFസും എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ടെലിഗ്രാം വഴിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്പോൾ തന്നെ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യാം. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അല്പാൽപ്പായിട്ടാണെങ്കിലും എല്ലാ ദിവസവും പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.